മനുഷ്യരെല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരു നികൃഷ്ടൻ കുത്തിത്തിരിപ്പ് വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. യാദൃശ്യമായിട്ട് ഞാൻ അവന്റെ വീഡിയോ ഒന്ന് കണ്ട സ്ഥിതിക്ക് എനിക്കിതിനെതിരെ ഒന്ന് പ്രതികരിക്കണം. അതിനാണ് യേശു നിന്നെ ആധാരം കൊണ്ട് കാണിച്ചോ? തൊട്ടുപുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാ നദിയാണ്. ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ ഇറ്റില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ ഒരു തെണ്ടി അവൻ കേരളം മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ അവൻ ഋഷികേശിലോട്ട് കെട്ടിയെടുത്തേക്കുന്നു. എടാ, നിനക്ക് ചരിത്രത്തെയോ പാരമ്പര്യത്തെയോ അറിയത്തില്ല. എന്നിട്ട് നിന്റെ അജ്ഞതയിൽ നിന്ന് നീ വെറും വിഡ്ഢിയായോണ്ട് നിനക്ക് തോന്നുന്നതാണ് അത് ദുരാചാരമാണെന്ന്. അത് ദുരാചാരമല്ലടാ, യുഗങ്ങളായിട്ടുള്ള അവിടുത്തെ ആചാരമാണ് അത്. നീ എങ്ങാണ്ടൂന്ന് വലിഞ്ഞേറി വന്നോണ്ട് നിനക്കത് തോന്നും അത് ദുരാചാരമാണെന്ന്. എടാ, നിന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. മഹാദേവന്റെ വാസസ്ഥലമായ ഋഷികേശിലെ സംസ്കാരത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ തിരുത്താൻ നീയോ നിന്റെ കൂട്ടാളികളോ ശ്രമിക്കണ്ട. അതിന് ശ്രമിക്കാമെന്നുള്ള നിന്റെ വ്യാമോഹം വെറും വ്യർത്ഥമാണ്. ഋഷികേശിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോറ് ഒഴുകപ്പെടുവാൻ നീ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഒഴുക്കൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും ഒഴുക്കാനുണ്ടെങ്കിൽ നിന്നെ വീട്ടിൽ കൊണ്ട് ഒഴുക്കിക്കോണം. ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളും നിറയപ്പെട്ടിരിക്കുക. കർത്താവിന്റെ അത്ഭുതനാമത്തിന്റെ ശക്തിയാൽ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാൻ അവിടെ എതിർപൂജയോ എതിർ പ്രാർത്ഥനയോ ഒന്നും ഇല്ല. അവിടെ യുഗങ്ങളായിട്ടുള്ള പൂജകളും കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത്. നിന്റെ മനസ്സിലെ വിദ്വേഷവും വിഷവും തിന്മയും കാരണം തോന്നുന്നതാണ് നിനക്ക് അങ്ങനെ അവിടെ എതിർപൂജയാണ് നടക്കുന്നതെന്ന്. പിന്നെ നീ അവിടുത്തെ അന്തരീക്ഷം ശുദ്ധീകരിക്കാനൊന്നും പോകണ്ട. അവിടെ ശുദ്ധിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നീയാണ് അവിടുത്തെ മാലിന്യം. നീ അവിടെ നിന്നതിന്റെ പേരിൽ ഇനി അത് അവിടെ എങ്ങനെ ശുദ്ധീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദേശത്തിന്റെ ഇവാഞ്ചലൈസേഷനെ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ. മഹാസർപ്പത്തിന്റെ ശക്തി എന്താണെന്ന് അപ്പോൾ നിനക്ക് ശരിക്കും ബോധ്യമായി അല്ലേ? ആ മഹാസർപ്പത്തെ കുത്തിപ്പിളർക്കാനായിട്ടുള്ള വാളൊന്നും ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലടാ. മഹാസർപ്പത്തിന്റെ വിഷത്താൽ നീ ചാമ്പലായി പോകാതെ നോക്കിയാൽ മതി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഋഷികേശിന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് ഈ ലോകം മൊത്തം മാനസാന്തരപ്പെടുത്തിയിട്ട് നീ എന്നാ നേടാനാ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നിന്നെ പോലുള്ള ആൾക്കാരുടെ കുറെ ഈ നാറുന്ന വായും കൊണ്ട് കുറെ പ്രഘോഷണം നടത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? യേശു ക്രിസ്തുവിനെ ഏകരക്ഷകൻ കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നീ എല്ലാം കൂടെ മുട്ടിൽ പായല്ല തലയും കുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും നിന്റെ ആൾക്കാർക്കും ഒരിക്കലും അവിടെ സാമ്രാജ്യം പണിയാൻ ഒക്കത്തില്ല. നിങ്ങളുടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി. ആ വേദനയിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെസ്സേജ് പങ്കുവെക്കുന്നത്. നിന്നക്ക് ഇനിയും നൊമ്പരപ്പെടാൻ ഇനിയും കാഴ്ചകൾ എന്തേരെ കാണാൻ കിടക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥന മാത്രമാക്കണ്ടാ. പോയി കപ്പയും മീനും എല്ലും എല്ലാം കൂടെ വെച്ച് അവിച്ചു നിന്ന് പോയി തമ്പേർ പഠിക്കടാ. ഭാരതം യേശുവിന്റേതാണ്, ഋഷികേശ് യേശുവിന്റേതാണ്. എടാ, പല്ല് തേക്കാത്ത ശുദ്ധവൃത്തി ഇല്ലാത്ത വൃത്തികെട്ട കീടമേ, നീയും നിന്റെ ആൾക്കാരും കൂടെ എത്ര വർഷമെടുത്ത് മുട്ടുകുത്തിയല്ല തലയും കുത്തി എന്ന് പ്രാർത്ഥിച്ചാലും മഹാദേവന്റെ മണ്ണിൽ നിനക്കൊന്നും ഒരിക്കലും വേരോടാൻ സമ്മതിക്കുകയില്ല. നിന്റെ വേരുകളെല്ലാം ദ്രവിച്ച് നാമാവശേഷമായി പോകും. ഈ മഹത്തായ ഈ പുണ്യപുരാതന ഹൈന്ദവ സംസ്കാരത്തെ ഇത്രയും ഇകഴ്ത്തി പറഞ്ഞ നിന്നോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നീ ഉൾപ്പെടുന്ന നിന്റെ ഈ നശിച്ച വംശം എന്ന് ഈ ഭൂമിയിൽ നിന്നും മുഴുവനായി ഇല്ലാതാവുന്നോ അന്ന് ഈ ലോകത്തിന് എന്നും സ്വസ്ഥതയായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.